നമ്മുടെ ആദിവാസി ഭൂമി കയ്യേറ്റം എന്നൊക്കെ പറഞ്ഞ പോലെ മുസ്ലിയാക്കന്മാരുടെ കബറ് കയ്യേറ്റം. അവിടെ കുടിൽ കെട്ടി പ്രശ്നം ഉണ്ടാക്കി ഇല്ലേ? അവസാനം മാധ്യമങ്ങൾ ഇടപെട്ടു. യഥാർത്ഥത്തിലാകട്ടെ സേട്ടുമാരുടെ കബറാണ്. കേട്ടുള്ളൂ അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. കായംകുളം മുഹീദ്ദീൻ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വ്യാപാരികളായിരുന്ന സേട്ടുമാർ ദാനം നൽകിയ ഭൂമിയിലാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. ഈ പള്ളി പുരാതനമായി മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറിയപ്പെട്ട ഒരു പള്ളിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില ഖബറിടങ്ങൾ ഇവിടെയുണ്ട്. സേട്ടുമാരുടേതാണത്രേ ഈ ഖബറുകൾ. 10 സെന്റ് വസ്തു അവിടെ അപ്പുറത്തുണ്ട് സേട്ടന്മാരുടെ. അവര് ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തത് അവരുടെ ഈ ഖബറടക്കം മയ്യത്തടക്കുന്നതിന് വേണ്ടി മാത്രം. ആ ഖബർസ്ഥാനിൽ പിന്നീട് പിൽക്കാലത്ത് ആരുടെയെങ്കിലും ഖബറടക്കിയിരുന്നു? അത് അവരുടെ മാത്രം. അതിപ്പോ വർഷങ്ങളായി, ഇപ്പൊ നടക്കുന്നില്ല. വളരെ വർഷങ്ങളായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കായംകുളത്ത് സേട്ടുമാർ വന്ന് താമസിക്കാറുണ്ട്. അപ്പൊ അവരെ ഖബറടക്കം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഭാഗം. അവർക്ക് പ്രത്യേക ഖബർസ്ഥാന് നമ്മളെ പാറ്റുകടവിലെ പള്ളിയുടെ ഭാഗത്ത് വന്നതോടുകൂടി അവരങ്ങോട്ട് ഖബറടക്കം മാറി. അപ്പോ 100, 300, 400 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഖബർസ്ഥാൻ ചരിത്രപരമായി അവിടെ ഉണ്ടാകാം. കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുകയായിരുന്നു ഈ ഖബറുകൾ. പള്ളി പരിസരത്താകട്ടെ. എന്നാൽ പെട്ടെന്നൊരു ദിവസം ചില ചെറുപ്പക്കാരെത്തി കാട് നീക്കുകയും ഖബറുകൾ കണ്ടെന്ന് പറയുകയുമായിരുന്നു. ഇത് അറബിയിൽ കൊത്തിയ, അതും ഒരുപാട് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന കല്ലുകൾ ഇന്നവരുടെ കാണാത്തത് കൊണ്ട് അതിൽ നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ആളുകൾ തടിച്ചുകൂടുന്ന വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്ന് ഈ ഖബറിടങ്ങളുടെ അവകാശികളായ സേട്ടുമാരെത്തി. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെയൊക്കെയും അവർ നിശിതമായി വിമർശിക്കുകയും ഇത് വകവെച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് അവരുടെ ആൾക്കാർ വന്നിരുന്നു. ആൾക്കാർ ഞായറാഴ്ച അവരിവിടെ വന്നിരുന്നു. വെള്ളിയാഴ്ച സംഭവം. ശനിയാഴ്ച വൈകിട്ട് ഞാൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ അവർ വന്നില്ല. അവരുമായിട്ട് സംബന്ധിച്ച് സംസാരിച്ചു. അവരെന്താ അഭിപ്രായമാണ് പറഞ്ഞത്? ഇതിനോട് അവരുടെ വാപ്പാള ഒരു ഇത് അവർ പറഞ്ഞു. അവരുടെ 3 ഖബറുകളുണ്ട്, അതാണ് എന്നാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെ കാണിക്കുന്നത് ചില സ്ത്രീകൾ കയറുന്ന മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. കണ്ടോ? അപ്പം പേരക്കുട്ടികൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്, അവർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇവര് വിടുവോ? മുയിലാരിട്ടുള്ള വിടുവോ? പറ്റൂല. നിങ്ങളുടെ ഉപ്പൂപ്പ ഇവിടെ നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിലും ഞങ്ങൾക്ക് മഹബത്തുണ്ട്. കണ്ടോ? ഇവിടെ പേരക്കുട്ടികൾ ആ ഉപ്പൂപ്പാന്റെ യഥാർത്ഥ പേരക്കുട്ടികൾ ഇവിടെ ജീവിച്ചിരിക്കാണ്. പക്ഷേ ആ യഥാർത്ഥ പേരക്കുട്ടികൾക്കില്ലാത്ത ഹുബ് അവിടുത്തെ മുയിലാരുട്ടികൾക്ക്. കാര്യം എന്താ? അതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല എന്ന്. അവസാനം ഇതിപ്പോ സേട്ടുമാരുടെ ഖബറാണെന്ന് പുറത്തു വന്നല്ലോ. അപ്പൊ പിന്നെ പൊങ്ങിയതാന്ന് പറഞ്ഞ ജനം വിശ്വസിക്കുവോ? പൊങ്ങിയതാന്ന് പറഞ്ഞ ജനം വിശ്വസിക്കും. ഇതിൽ ഞങ്ങളുടെ ഉപ്പൂപ്പാന്റെ ഖബറാണ്, ആളുകൾ രംഗപ്രവേശനം ചെയ്തു. അപ്പൊ തന്നെ എടുത്തു മറിച്ചു. അതെന്താ? സ്വപ്നം കണ്ടതാണ്. എത്ര എളുപ്പ! അത് പൊങ്ങിയതല്ല, സ്വപ്നം കണ്ടതാണ്. കാര്യം എന്താ? ഈ സ്വപ്നത്തിനൊരു പ്രശ്നം ഉണ്ടാകുന്ന സാക്ഷി ഉണ്ടാവൂല. അതാണൊരു പ്രശ്നം. സാക്ഷി ഉണ്ടാവൂല. ഞാനൊരു സ്വപ്നം കണ്ടിട്ട് ഞാൻ പറയും നിങ്ങളോട്, എടാ ഞാൻ കണ്ട സ്വപ്നം നീ കൂടെ കാണാന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ സ്വപ്നത്തിന് സാക്ഷിയില്ല. അപ്പൊ ആർക്കും എന്ത് സ്വപ്നം കാണാം. അങ്ങനെ സ്വപ്നം കണ്ടതാണ്. കണ്ടോ? അവിടുത്തെ ഹത്തീബ് ഇമാമുദ്ദീൻ സഖാഫി, നിങ്ങൾ മനസ്സിലാക്കണം. ഇമാമുദ്ദീൻ സഖാഫി, ആ സഖാഫി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ആ സഖാഫി ഈ വിവരം വെളിപ്പെടുത്തുകയാണ്. അത് പൊങ്ങിയതല്ല, നേരെ മറിച്ച് സ്വപ്നം കണ്ടതാണ് എന്ന്. അതേസമയം ഇവിടത്തെ ഇമാം പറയുന്നത് മറ്റൊരു കഥയാണ്. ഖബറിടങ്ങൾ പെട്ടെന്ന് പൊങ്ങി വന്നു എന്നത് വാസ്തവമല്ല. മറിച്ച് ഇവിടെ ഒരു മഹാന്റെ ഖബറിടമുണ്ട് എന്ന വസ്തുത ഈ പ്രദേശത്തെ 4 ചെറുപ്പക്കാർ സ്വപ്നത്തിൽ കണ്ടിരുന്നത്രേ. ഇവിടെ നാട്ടിലുള്ള 4 ചെറുപ്പക്കാരോളം എന്റെ അടുത്ത് വന്ന് ഈ റമദാന് ശേഷം എന്ന് പറയുക. അവര് ആ വാതിലിന്റെ സമീപത്ത് വലിയൊരു ഖബറുള്ളതായി സ്വപ്നം കണ്ടു. അവിടെ കുറെ ആളുകൾ ദുആ ഒരു സ്വപ്നം കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആ കണ്ടവര് വന്നുകൊണ്ടാണ് അവിടെ വൃത്തിയാക്കി സിയാറത്ത് ചെയ്തത്. അല്ലാതെ ഒരു മഹാന്റെ ഖബർ പുതിയ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഖബർ പൊന്തുകയോ മീസാങ്കൽ ഉയരുകയോ ചെയ്തിട്ടില്ല. അത് കള്ളത്തരമാണ്. അതാരോ പറഞ്ഞുണ്ടാക്കിയതാണ്. ആര് പറഞ്ഞുണ്ടാക്കാൻ? ആരാ പുറത്തുനിന്ന് പറഞ്ഞുണ്ടാക്കല്? ഇവരൊക്കെ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ്. അല്ല, പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുവോ? ഇല്ല. അപ്പൊ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് മാത്രല്ല, പറഞ്ഞ് വിഡിത്ത നിങ്ങൾ കേൾക്കണോ? എന്ത്? 4 ചെറുപ്പക്കാർ സ്വപ്നം കണ്ടതാണ്. മാന്യ സഹോദരങ്ങൾ, ഈ മൈക്ക് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ സ്വപ്നം കാണില്ല, വല്ല കാര്യമുണ്ടോ? കണ്ണൂർ നോക്കിയാ കാണൂലേ?
ഈ ഹൈവേ, ഈ റോഡ് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യമുണ്ടോ? കണ്ണൂർ നോക്കിയാൽ കാണൂലേ? ഇതുപോലെ ഖബർ അവിടെ ഉണ്ട്, എന്തിനാ സ്വപ്നം കാണുന്നത്? കണ്ണൂർ നോക്കിയാൽ കാണൂലേ? ഖബർ അവിടെ ഉള്ളതല്ലേ? മുസ്ലിയാരുടെ സ്വപ്നം കണ്ടതാണ്. എടോ സ്വപ്നം കാണണ്ട, അവിടെ വർഷങ്ങളായി ആ ഖബറുണ്ട്, പിന്നെന്തിനാ സ്വപ്നം കാണുന്നത്? അപ്പോ ഇല്ലാത്ത സ്വപ്നം ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. പക്ഷേ അവിടെയുള്ള മുസ്ലിയാക്കന്മാർ തന്നെ രംഗത്ത് വന്നു ഈ രൂപത്തിലുള്ള കള്ളക്കച്ചവടത്തിനെതിരെ. ഇസ്ലാമിലെ ഒരാളുടെ സ്വപ്നത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ആരുടെയെങ്കിലും പുരയിടത്തില് പഴയ മീസാൻ കല്ല് കൊണ്ടുവച്ചിട്ട് അവിടെ ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംസ്കാരം ഇസ്ലാമിക സംസ്കാരം അല്ല ഒരിക്കലും. അപ്പൊ ഈ ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം അത് പ്രവാചകൻ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നാട് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക അടിത്തറ മൊത്തം പൂർത്തിയാക്കിയിട്ടാണ് പോയത്. പിന്നെ ആരുടെയെങ്കിലും സ്വപ്നത്തിന്റെ കാര്യം ഇസ്ലാമിലില്ല. കണ്ടോ? അപ്പോ സ്വപ്നത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിലില്ല. ഒരു കാര്യം സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ പറ്റുമോ? ഒരാൾ സ്വപ്നം കണ്ടത് ശരിയായി എന്ന് വരാം, അത് അന്വേഷിച്ച് അയാൾക്ക് ബോധ്യപ്പെട്ട് അത് ശരിയായി എന്ന നിലക്ക് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സ്വപ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. പക്ഷേ ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടേണ്ടതാണ് എന്ന് ഒരിക്കലും മതം പറഞ്ഞിട്ടില്ല, മതം പഠിപ്പിച്ചിട്ടില്ല. ഇവരെന്തൊക്കെ എന്തിനും അങ്ങ് സ്വപ്നം കണ്ടേക്ക, എന്നിട്ട് ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ മതനിർമ്മാണം നടത്താൻ പുതിയ പുതിയ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയാണ്. അതാകട്ടെ നമുക്കറിയാം ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളിൽ വരെ. ഇപ്പൊ അവസാനവും മുടിയുടെ പ്രശ്നത്തിനും എന്താ ആകെയുള്ളത്? അവസാനം മുടിയുടെ കാര്യത്തിലും ആകെ എന്താ ഉള്ളത്? സ്വപ്നം മാത്രം. സ്വപ്നമാണ് കാര്യമായിട്ടുള്ള സ്വപ്നമാണ്. എന്നിട്ട് ഇപ്പൊ ഇനി സ്വപ്നത്തിന് തെളിവുണ്ടാക്കാൻ നടക്കാൻ പുതിയ CD ഉണ്ട്, പേരോട് ഇൻഷാ അല്ലാഹ് അത് കീറിമുറിച്ച് പ്രഭാഷണം പുറകെ വരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. സ്വപ്നത്തിന് തെളിവാക്കിയിട്ട് സ്വപ്നം വെച്ചിട്ട് മുമ്പ് കളിക്കാണ്. അതിപ്പോ സ്വപ്നം കണ്ടാലല്ലോ കുഴപ്പമോ? എന്നാ ഞങ്ങൾക്ക് സ്വപ്നം കണ്ടാൽ കുഴപ്പമോ? ഒരു കുഴപ്പമില്ല, നിങ്ങൾ സ്വപ്നം കണ്ടോളൂ, എത്ര വേണമെങ്കിലും സ്വപ്നം കണ്ടോളൂ. ഇപ്പൊ ചില മനുഷ്യന്മാർ സ്വപ്നം കാണും, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നു. ഇയാൾ പിറ്റേന്ന് രാവിലെ വൈറ്റ് ഹൗസിൽ കാർ വെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ സ്വപ്നം കാണാൻ അവകാശം ഉണ്ടാകും, നമ്മൾ സംഭവിച്ചു കൊടുക്കുക. വേറൊരാൾ മുഖ്യമന്ത്രിയായിട്ട് സ്വപ്നം കണ്ട് മൂപ്പര് നേരെ ക്ലിഫ് ഹൗസിലേക്ക് ചെല്ലുക, അച്ഛനോട് പറയാം ഔട്ട്, ഞാനാണ് ഇനി പോലും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാല് എന്താ ചെയ്യാ? ഇവിടെ സ്വപ്നം കാണാൻ അവകാശമുണ്ട്. മുഖ്യമന്ത്രിന്നോ പ്രധാനമന്ത്രിന്നോ ആരെങ്കിലും ഒരാൾ സ്വപ്നം കണ്ടാല് സ്വപ്നം കണ്ടു എന്ന് പറയല്ലാതെ അതൊക്കെ നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യാ? ഇതുപോലെ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക. അങ്ങനെയാണ് കാന്തപുരത്തിന് മുടിവരെ കിട്ടിയത് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ പിന്നെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ സ്വപ്നം കണ്ടത് സ്വപ്നമല്ലേ എന്ന് പറഞ്ഞ് തള്ളൂലേ? അപ്പൊ സാക്ഷി വേണം, സാക്ഷിയുള്ള സ്വപ്നം വേണം. അങ്ങനെ സ്വപ്നം എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? സാക്ഷിയുള്ള സ്വപ്നം. അപ്പൊ സ്വപ്നത്തിന് വരെ സാക്ഷി ഉണ്ടാക്കിയിട്ട് ഇതാ അവതരിപ്പിക്കുകയാണ്. കാര്യം എന്താ? കാന്തപുരത്തിന് പുതിയ 3 മുടി കിട്ടി. 3 അല്ല, ചിലപ്പോ 5, അങ്ങനെ പലതും പറയുന്നുണ്ട്. എത്ര നമുക്ക് അറിഞ്ഞൂടാ. കിട്ടിയവന് കിട്ടിയിട്ടുണ്ട്, ബാർബർ എത്ര കൊടുത്ത് അത്ര കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല? ഇനി എണ്ണത്തിന്റെ പേര് പറഞ്ഞു കണ്ടോ, അവിടെ 3 എന്നാ മൗലവി പറഞ്ഞത്, ഈ മൗലവി 5 എന്നാ പറഞ്ഞു. അങ്ങനെ ക്ലിപ്പിട്ട് നടക്കണ്ട. മനസ്സിലായോ? ബാർബർ എത്ര തന്നത് അത്ര മുടി കിട്ടി. മനസ്സിലായോ? അപ്പൊ ഏതായിരുന്നാലും ഈ മുടി കിട്ടി. ഈ മുടി ഇങ്ങനെ കാന്തപുരത്തിലേക്ക് നക്കൽ ചെയ്യാൻ, നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ കണ്ടത്? സ്വപ്ന കണ്ടത്. അവ സ്വപ്നം കണ്ടത് എന്തെടുക്കുക? അത് ശൈഖിനോട് ശൈഖ് പറയുന്നത്, അഥവാ കാന്തപുരത്തിനോട് ഹസ്രജ് പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ സ്വപ്നത്തിന് സാക്ഷി പറയാണ്. ആര്? സാക്ഷാൽ പേരോട് മുസ്ലിയാര്. മാത്രല്ല ഈ മുടി മാത്രല്ല, വേറെ മുടി ഉണ്ടായിരുന്നു. പക്ഷെ ആ മുടിക്ക് ഇത്രയും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഒരു മുടി ഉണ്ടായിരുന്നു, ശരി. ആ മുടിക്ക് മറ്റേ തിരുകേശ കേന്ദ്രമൊന്നും ഇല്ല. അതൊരു മുടിയാണ്. അത് റബീഉൽ അവ്വൽ മാസത്തിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രം പുറത്തെടുക്കും. അങ്ങനെയുണ്ടല്ലോ, ഫ്രഷ് ജ്യൂസർ അല്ലെങ്കിൽ ക്യാരറ്റ് ഇറക്കണ പോലെ മുടി ഇങ്ങനെ എടുക്കുക, മുക്കുക. ഇത്രയുള്ളൂ, പ്രശ്നം കഴിഞ്ഞു, മുടി ജ്യൂസ് റെഡി. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉച്ചനേരത്ത് ഹോട്ടലിൽ വാതിക്കൽ ചെന്നാൽ കാണാം ബിരിയാണി റെഡി, ഊണ് റെഡി ഇതൊക്കെ പറഞ്ഞ പോലെ. ഇനി മിക്ക മുസ്ലിയാക്കന്മാരുടെ റൂമിന്റെ മുന്നിൽ കാണാം ജ്യൂസ് റെഡി. എന്താ? ഒരു മുടി ഇങ്ങനെ കിട്ടിയാൽ മതി, വെള്ളത്തിന് മുക്കാൻ ചാർജ് ചെയ്യുക, കൊടുക്കുക. എന്ത് ഗതികേടാണ്! അപ്പോ ഈ രൂപത്തിൽ മുസ്ലിയാര് അതെ മുടിക്ക് തെളിവുണ്ടാക്കണം, സ്വപ്നത്തിന് തെളിവുണ്ടാക്കണം. ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തി കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്ര പരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന
മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. കണ്ടോ, സ്വപ്നത്തിന് സാക്ഷി. ഉസ്താദ് അവരോട് പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. എന്ത് സ്വപ്നം കണ്ട കാര്യം. അപ്പൊ സ്വപ്നത്തിന് ആരായി സാക്ഷിയായി. ഇത് 10,000 നിർത്തിയിട്ട് ഇങ്ങനെ പറയാ, അനൗൺസ്മെന്റ് ചെയ്യാണ്, വിളിച്ചു പറയാണ്. എന്റെ മുമ്പൊരു മുടി ഉണ്ടായിരുന്നു, എന്റെ ആ മുടിക്കെന്തേ, ആ മുടിക്ക് ഒരു പവിത്രത ഉണ്ടായിരുന്നില്ലേ, അതിന്റെ 40 കോടി ഒന്നും വേണ്ടേ. ഇവരിപ്പോ പറയുന്നത് 40 കോടിയുടെ പള്ളി ഉണ്ടാക്കണ അസൂയാണ്. സുബ്ഹാനല്ലാഹ്. സായിബാബ ജീവിച്ചിരിക്കണ നൂറ്റാണ്ടിലാ പറയണേ. സായിബാബ മരിച്ചപ്പോ എത്ര കോടി കയ്യിൽ? 45,000 കോടി. നമുക്ക് വല്ല അസൂയുണ്ടോ? വല്ല അസൂയുണ്ടോ? ഒരസൂയില്ല. ഈ 45,000 കോടി സായിബാബയുടെ കയ്യിലുള്ളപ്പോ 40 കോടി കാന്തപുരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കെന്താ? ഒന്നുമില്ല. ഒരുപാട് ഇനി ഓടാണ്ട്. 45,000 കോടി എത്രയ്ക്ക് ഒരുപാട് ഇനി ഓടാണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരു അസൂയല്ല. സായിബാബ 45,000 കോടി ഉണ്ടാക്കിയിട്ട് എന്താ ഉണ്ടായത്? അയാള് കബറിൽ പോയി, സ്വത്ത് ഇവിടെ കിടപ്പുണ്ട്. ഇനി ഇയാള് 40 കോടി 50 കോടി 60 കോടിയോ ഇനി വേറെ ഈ കോടിയുടെ പേര് പറഞ്ഞ് പിരിവ് നടത്തി ഇനി വല്ല കറുത്ത പണുണ്ടെങ്കിൽ അത് വെടുത്താലോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അതൊക്കെ ഇവിടെ ഇട്ട് പോകാനുള്ളത്. കുറെ കാറുമാര് ലോകത്ത് കഴിഞ്ഞു പോയില്ലേ? കാറു മുതലാളി പോയില്ലേ? ഇവിടില്ല ബാക്കി അവശിഷ്ടൊക്കെ. അതുകൊണ്ട് നമുക്ക് എന്താ അസൂയ? കാറൂരോട് വല്ല അസൂയ വേണ്ട കാര്യമുണ്ടോ? ഒരു അസൂയ വേണ്ട കാര്യമില്ല. കാന്തപുരത്തോട് വല്ല അസൂയ വേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സായിബാബയോട് വല്ല അസൂയ വേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ 40 കോടിയുള്ള 400 കോടി ഉണ്ടാക്കിയാലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ അവനവൻ ചെയ്യണത് പടച്ചവന്റെ കോടതി വരുമ്പോ കണക്കങ്ങ് പറഞ്ഞാൽ മതി. എത്ര കോടി തട്ടിച്ചു, എത്ര കോടി വെട്ടിച്ചു, എത്ര കോടി കിട്ടിയാൽ പടച്ചവരുടെ കണക്ക് പറഞ്ഞാൽ മതി. പക്ഷെ ആ പേര് പറഞ്ഞ് സമുദായത്തെ വഞ്ചിക്കാൻ പറ്റും. എന്നാൽ അവിടെ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. സമുദായ വഞ്ചന, സമുദായത്തെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും. കണ്ടോ? അപ്പൊ ആദ്യം മുടി ഉണ്ടായിരുന്നു. ആ മുടിക്ക് എന്തേ കേന്ദ്രം ഇല്ലാതെ പോയത്? ആ മുടിക്കെന്താ ഇത്ര ബഹളില്ലാതെ പോയത്? ഇനി കാന്തപുരം തന്നെയും ആ കാര്യം പറയുന്നുണ്ട്. നേരത്തെ ഉള്ള മുടി അതിന്റെ സനതൊക്കെ എന്റെ കയ്യിൽ ഉണ്ട്. ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മർക്കസിൽ അങ്ങനെ ഉള്ള ഒരു ഷഅർ മുബാറക്ക് നമുക്ക് സാദാത്തുക്കളിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. അതിന്റെ സനദ് എന്റെ കൈവശം ഉണ്ട്, ഇവിടെ വെച്ചിട്ടും ഉണ്ട്. കണ്ടോ? സനതുണ്ടെങ്കിൽ കയ്യിൽ വെച്ചോണ്ടിരിക്കാല, അവിടെ വെച്ചോണ്ടിരിക്കാല. വെള്ളം മാത്രം നാട്ടുകാർക്ക് സനത് മൂപ്പറുടെ കയ്യില്. ഇവിടെ സനത് കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ വെള്ളവും കൊടുക്കണ്ട, അത് അവിടെ ഒത്തു വെച്ചേക്കണോ? അല്ലേ? അങ്ങനെയാണല്ലോ. ഇനി സനത് ഉണ്ടെങ്കിൽ കാര്യമുണ്ട്, അത് വേറെ ചർച്ചയാണ്. മനസ്സിലായോ? ഇത് സനതാണോ, ഈ പറയുന്നത് സനതാണോ, അതുള്ളതാണോ, അത് വേറെ ചർച്ചയാണ്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം സനത് വിട്ടുകൊടുക്കൂല എന്ന് പറയണേ. സനത് വിട്ടുകൊടുക്കണില്ല. പക്ഷെ ഇവര് സനത് വിട്ടുകൊടുക്കുന്നു എന്ന് പറയാം. സനത് വിട്ടുകൊടുത്ത് ഇപ്പൊ നാട്ടിന് മുഴുവൻ സനതിന്റെ ചർച്ചയാണ്. സാധാരണക്കാർക്ക് ഇതെന്താ ഈ സനത് എന്ന് പറഞ്ഞാല്? ഇതൊരു തരം തട്ടിപ്പ്, ഇവരുടെ തട്ടിപ്പ്. ആ തട്ടിപ്പിന് മറയുണ്ടാക്കിയിട്ട് ശ്രമിച്ചതാണ്, അല്ലെങ്കിൽ നിലനിർത്താൻ, ആ തട്ടിപ്പ് നിർത്താൻ വേണ്ടി ശ്രമിച്ചതാണ് സനത്. ഈ സനത് തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ആ സനത് പോലും ഇല്ല. കാര്യം റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടെങ്കിലല്ല പിന്നെ സനത് പറയേണ്ട കാര്യമുള്ളൂ. ഇല്ലാത്ത മുടിക്ക് സനത് ഉണ്ടാക്കാൻ പറ്റൂ? ഇനിയിപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം സനത് ഉണ്ടാക്കാൻ ആ ഉണ്ടാക്കിയ സനത് പോലും വിട്ടുകൊടുക്കണില്ല. അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. ആദ്യം ഇവർ കൊണ്ടുവന്ന മുടിക്ക് പ്രശ്നമായി. നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കാർ തന്നെ അത് വിചാരിച്ചു. അതുപോലെ ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു വിഷയമാണ് തങ്ങളുടെ മുടി. ആ മുടി പോലും വ്യാജമായി കാരന്തൂർ മർക്കസിലുണ്ടെന്ന് തെറ്റായി പ്രചരിപ്പിച്ച് ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും പച്ച കള്ളം പറയുന്ന ഈ വിഭാഗം നിങ്ങൾ ഓർക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് തങ്ങളുടെ പേരിൽ ഏത് വിഷയത്തിലായിരുന്നാലും സാക്ഷാൽ കാന്തപുരം വിഭാഗം എന്താണ് ഇന്ന് കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം? അതിന്റെ നിജസ്ഥിതി എന്താണ്? ഞാൻ വളരെ കൃത്യമായി പറയട്ടെ. കാന്തപുരത്തെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സത്യം പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന്, 1% പോലും സത്യത്തിന് സാധ്യതയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച കൂട്ടത്തിലായിരുന്നു ഞാൻ. അത് ബോധ്യപ്പെടാൻ വേണ്ടി
അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം അനിവാര്യമായ സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിയോഗികൾ ക്യാമ്പുകൾ ചോദിക്കും, കാരന്തൂർ മർക്കസിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് പ്രയാസം വന്ന സാഹചര്യത്തിൽ അത് തുടർന്നു. ഞാൻ ഓർക്കുകയാണ്, വേങ്ങരൽ ക്യാമ്പിൽ ഇതേ ചോദ്യം ഉയർന്നു വന്നു, കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ മറുപടി പറയാൻ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേജിലുണ്ടായിരുന്ന മുസ്തഫൽ ഫൈസി എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. കാരണം അദ്ദേഹത്തിന് നമ്മളെക്കാളും കാന്തപുരത്തിന് കൂടുതൽ അറിയാം. ഇതിന്റെ കൃത്യസ്ഥിതി അറിയാൻ വേണ്ടി ടെലഫോണിൽ ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് SKSSന്റെ സംസ്ഥാന ഓഫീസിൽ നിന്ന് കാന്തപുരത്ത് വിളിച്ച് അന്വേഷിച്ചു. ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കാന്തപുരത്തിന് കിട്ടിയാൽ കുഴപ്പമില്ല. അവർ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഇവിടെ കാന്തപുരം സ്ഥലത്തില്ല, ജനറൽ മാനേജർ അദ്ദേഹത്തിന്റെ മരുമകൻ സി മുഹമ്മദ് ഫൈസിന്റെ അദ്ദേഹത്തിന് ടെലിഫോൺ കൊടുക്കണം. അദ്ദേഹം ടെലിഫോൺ വാങ്ങി. ഞാൻ വിഷയം പറഞ്ഞു, ആദർശ രംഗത്ത് വലിയ പ്രശ്നമുണ്ട്. കാരണം ലോകത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എവിടെയൊക്കെ ഉണ്ട് എന്ന് ലോകത്ത് അറിയപ്പെട്ടതാണ്. ഒന്ന് വെല്ലൂരിലുണ്ട്, ഒന്ന് കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദിലുണ്ട്, സുഡാനിലുണ്ട്. അതിനൊക്കെ കൃത്യമായി പരമ്പരകളുണ്ട്, സിൽസിലകളുണ്ട്. ഇവിടെ കാരന്തൂരിൽ എവിടെ നിന്ന് മുടി വന്നു? ഇത് കൃത്യമായി അറിയപ്പെടേണ്ട വിഷയമല്ലേ? ചോദിക്കുന്നുണ്ട്. ആദർശ രംഗത്ത് നമുക്ക് മറുപടി പറയാനുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരണം തരണം. മരുമകൻ പറഞ്ഞു, അത് ഉസ്താദ് വരട്ടെ, ഉസ്താദ് 4 ദിവസം കഴിഞ്ഞാൽ വരും, ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ മാനേജർ അല്ലേ, ജസ്റ്റ് ഒരു വിശദീകരണം തന്നുള്ള താൽക്കാലികമായിട്ട്. അദ്ദേഹം പറഞ്ഞു, അത് കാന്തപുരത്തിന് ബോംബെന്നോ ഗുജറാത്തിനോ എവിടെയോ കിട്ടിയതാണ്, എനിക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ മൂപ്പരോടെ നേരിട്ട് ചോദിച്ചോളിന്നു. അപ്പൊ സാക്ഷാൽ മരുമകൻ ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസിക്ക് ആ മുടിയിൽ വിശ്വാസമാണ്. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞു. കോഴിക്കോട് നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുകയാണ്. പ്രവർത്തകരുടെ അഭിപ്രായം അനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തിനെ. ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിൽ ടെലിഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, പ്രവാചക തിരുമേനിയുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി? ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വിവാദം ഒരു പ്രദേശത്തിനായി നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ, നബിയുടെ മുടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? അതിനുവേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലുകളും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദെ നിങ്ങളോട് ചോദിച്ചത് അത് എവിടുന്ന് കിട്ടി? അതിന്റെ കൃത്യമായ ഒരു പരമ്പര, ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ സിൽസില ഒന്ന് കാണിച്ചു തന്നാലും മതി, നമുക്ക് ആ സനത് കാണിച്ചു തന്നാൽ പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാനോ. അതെങ്ങനെ മോനെ, സനദിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥിരം അടവാ. ഞാൻ പറഞ്ഞു, ഉസ്താദെ പറഞ്ഞത് ആ സനദിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നല്ല, അതിന്റെ ഫോട്ടോ കോപ്പി ആ പരമ്പര തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അയാൾ പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഞാൻ കാണിച്ചു കൊടുക്കാൻ മോനെ, വിവാദം ഉണ്ടെങ്കിൽ വരട്ടെ. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്നെ വിളിച്ചു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു. ഫോൺ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, മോനെ പിന്നെ മുജാഹിദ് ജമാഅത്ത് ഈ പ്രശ്നത്തിൽ വിവാദം ഉണ്ടാക്കി അതിന്റെ സനത് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻ അവരോട് കൂട്ടിക്കൊണ്ടുവരണ്ട. കാരണം അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരൊന്നും എത്ര സത്യം പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിഭാഗമാണ്. പിന്നെ ഇതിന്റെ സനതൊന്നും ആവശ്യപ്പെടേണ്ട ആ വിഷയമല്ല, അതൊരു തബറുക്കിന്റെ വിഷയമല്ലേ. വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, ബർക്കത്തെടുത്തോട്ടെ, അല്ലാത്ത ആളുകൾ ബർക്കത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത കാന്തപുരം ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലും ആ മുടിയിട്ട വെള്ളം വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും ഒരു തട്ടിപ്പ്, എല്ലാത്തിനും ഒരു തട്ടിപ്പ്, മൊത്തത്തില് ടോട്ടൽ തട്ടിപ്പ്, എല്ലാത്തിലും ഒരു തട്ടിപ്പുണ്ട്. കണ്ടോ, ഈ രൂപത്തിലായിരുന്നു മുടിയുടെ അവസ്ഥ. പിന്നെ അത് സനതുണ്ട്, അവിടെ ഉണ്ട്, മറ്റേ പോവാ ഇങ്ങോട്ട് വരിക, അവിടെ നിന്ന് വായിക്കുക, ടെലിഫോണിൽ ചോദിച്ചാൽ തരൂല, അതാ പിന്നെ ചർച്ച. ടെലിഫോണിൽ ചോദിക്കണം, നേരിട്ട് വരണം, അങ്ങനെ ചില ഇങ്ങനെ ലെറ്റർ ആയിട്ട് എഴുതി കൊടുക്കണോ, വെള്ളം കൊടുക്കണോ, ഒന്നും വേണ്ട, വെള്ളത്തിലൊന്നും വേണ്ട. ഇങ്ങനെ ആകെ പ്രശ്നമായി പുകിലായി. ഇതിങ്ങനെ കുറെ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയതൊന്ന് കിട്ടിയത്. അതിനെ കുറിച്ച് ആവേശം കൂടി. കാര്യം എന്താ, അത് വെറുതെ കിട്ടിയല്ല, സനതടക്കാ കിട്ടിയത് എന്നാണ്. സനതടക്കാ കിട്ടിയത്. എങ്ങനെയാ സനത് കിട്ടിയത്? അത് പരസ്യമായി തന്നെ ലക്ഷങ്ങളെ സാക്ഷി നിർത്തി വായിച്ചു എന്നാ പറഞ്ഞത് ഇവര്. ഇപ്പൊ ഒരു മാറ്റി പറയാണ്, കാരണം നിക്കാൻ കഴിയണില്ല. ലക്ഷങ്ങളെ സാക്ഷി നിർത്തി വായിച്ച സനത് എന്നാ പറഞ്ഞത്. സനത് ഇങ്ങനെ വായിക്കുകയായിരുന്നു, ലക്ഷങ്ങളെ സാക്ഷി നിർത്തിയിട്ട്, അല്ല വെറുതെ കൊടുത്തല്ല.
എത്ര നിങ്ങൾ മനസ്സിലാക്കണം, കസ്റ്റമേഴ്സിന്റെ ഒക്കെ തക്ബീർ വിളി എന്ത് നല്ല തക്ബീർ വിളിയാ. എത്ര ഉച്ചത്തിൽ ഈ കസ്റ്റമേഴ്സ് തക്ബീർ വിളിക്കണേ, സാധുക്കളെ പറ്റിക്കാതെ അവർ മനസ്സിലാക്കണ്ടോ? 10,000 നിർത്തിയിട്ട് എന്തെടുക്ക, ആ മുടി ഇപ്പൊ കൊടുക്കാൻ പോവാണ്, മുടിയുടെ സനതും വായിക്കാൻ പോവാണ്. ആവേശത്തോടെയാണ് അത് ജനം ഏറ്റുവാങ്ങിയത്. ഇത് മുടി കൊടുത്തപ്പോൾ രംഗ കണ്ടോളൂ നിങ്ങളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, കേട്ടവരൊക്കെ വിചാരിച്ചെന്താ, ഇപ്പൊ മുടിയുടെ സനദ് ഇപ്പൊ വായിക്കാൻ പോവാണ് ഷെയ്ഖ്. കാര്യം അതിന്റെ സനദ് എന്നാ പറയണത്, അല്ലാതെ അയാളുടെ സനദ് എന്നല്ല, അല്ലെങ്കിൽ അയാളുടെ നസബ എന്നല്ല. അതിന്റെ സനദ് വായിക്കാൻ പോവാണ്. ഏതിന്റെ സനദ്? ഏതിന്റെ സനദാ അവിടെ കൊടുക്കാൻ പോണ? അതിന്റെ അതെന്താ? മുടി അല്ലേ? 10,000 ലക്ഷങ്ങൾ അത് മനസ്സിലാക്കിയത് അവർ തന്നെ പറയാ. അവിടുന്ന് പരസ്യമായി. യഥാർത്ഥത്തിൽ വായിച്ചത് ഈ വന്ന ഹസ്രജി, അയാളുടെ പരമ്പര. ഞാൻ എന്റെ വാപ്പ ഇന്നാള്, വാപ്പാന്റെ വാപ്പ ഇന്നാള്, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ ഇന്നാള്, ഇങ്ങനെ പോണ പരമ്പരയാണ് ഇയാൾ വായിച്ചത്. അങ്ങനെ ഇന്ന വാപ്പുപ്പാന്റെ വാപ്പാന്റെ വാപ്പുപ്പാന്റെ വാപ്പാന്റെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ച് അവസാനം ഈ ഹസ്രജിയിലേക്ക് എത്തിയിട്ട് ഈ ഹസ്രജിയാകുന്ന ഞാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഈ മുടി കൈമാറുകയാണ്. ഇതാണ് സനദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഗതികേടാന്ന് ആലോചിച്ച് നോക്കണേ. ഇപ്പൊ ഇവിടെ വന്ന ഒരാളോട് ഞാൻ ഈ മൊബൈൽ ഫോൺ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാണ്, ഇന്ന വാപ്പാന്റെ മോന്റെ മകനായ, ഇന്ന വാപ്പാന്റെ മോന്റെ മകനായ, ഇന്ന വാപ്പാന്റെ മകനായ ഞാൻ ഈ മൊബൈൽ ഫോൺ അയാൾക്ക് കൈമാറുകയാണ് എന്ന് പറഞ്ഞ സനദാവോ? അത് സനദാവോ? ഈ മുടി ഞാനിതാ അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുക്കാണ് എന്ന് ഒരാൾ പറയാ, ഹസ്രജി എന്ന് പറഞ്ഞ ആളെ കൊടുത്തത്. അയാൾ പറയാ, ഞാൻ എന്ന ഹസ്രജി ഈ മുടി അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ സനദാണോ അത്? ഇത് സനദാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചു ഇല്ലേ? ജനങ്ങളെ വിശ്വസിച്ചില്ലേ? അത് ഇതാണ് പരമ്പര, മുടിയുടെ പരമ്പരയാണ് ഈ വായിച്ചത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് സംഗതി ഇവര് വിചാരിച്ച് ഇവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, പുറത്തിറങ്ങിയത് ആർക്കും മനസ്സിലാവുള്ളൂ. പക്ഷെ പുറത്തിറങ്ങി ജനം പിടിച്ചു, ആളുകൾ കയ്യോടുകൂടി പിടിച്ചു. ഇപ്പൊ പറയാ അത് മൗലവി സനദ് എന്ന് പറഞ്ഞ് എത്ര ജാതി ഉണ്ട്, എത്ര ജാതി ഉണ്ട് സനദ് എന്ന് പറഞ്ഞ. എടുത്ത തെളിവ്, പട്ടിക്കാട് സനദ് കൊടുക്കാറില്ലേ? ആ ബാക്കിയാത്തിന് സനദ് കൊടുക്കാറില്ലേ? അതുപോലെ ഇവിടെ അറബി കോളേജിൽ സനദ് കൊടുക്കാറില്ലേ? അതെന്താ സനദ്? ഇന്ന വ്യക്തി ഇന്ന കോളേജിൽ ഇത്ര കൊല്ലം പഠിച്ചു പാസ്സായിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിന് സനദ് എന്നാ പേര്. അപ്പൊ അതിന് സനദ് എന്ന് പറയും. ഇതൊരു സനദാണ്. കണ്ടോ, ഇതാ ജനം ചോദിച്ചത്, ഇതാ ആളുകൾ ചോദിച്ചത്. യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിച്ച ഭാഗം നിങ്ങൾ കാണണം. ഈ അറബിയോട് പറഞ്ഞു, പാവപ്പെട്ട അറബിയുടെ ഒന്നും അറബിയുടെ ഒന്നും ഇവിടെ മുള്ള മുയിലാരാന്നുള്ള ഒരു മൂപ്പർക്കറിയില്ല. ഈ ജാതി മൂല, ഈ ജാതി ഭാവമൊക്കെ കണ്ട് അവര് തെറ്റിദ്ധരിച്ച് ഇവിടെ വന്ന്, അങ്ങനെ ഇവിടെ വന്നിട്ട് ഇയാളെ കൊണ്ട് സനദ് വായിപ്പിക്കണം, അറബിയൊക്കെ വിളിച്ച് സനദ് വായിപ്പിക്കുകയാണ്. അപ്പൊ ഇയാളോട് പറഞ്ഞിട്ടുണ്ടാവും എന്ത്? അല്ല, നിങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നൊന്ന് പരിചയപ്പെടുത്തിയേക്കണം, നിങ്ങൾ എനിക്ക് മുടി തരുന്നു എന്നൊന്ന് പറഞ്ഞേക്കണം, അതൊന്ന് വ്യക്താക്കിയേക്കണം എന്ന് മൂപ്പരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവണം. ഇതുകൊണ്ട് മുസ്ലിയാരെന്ത് എടുത്തു? ഈ അറബി നേരത്തെ എഴുതി തയ്യാറാക്കി, അയാളുടെ നസബയൊക്കെ എഴുതി, ഇന്നാടെ മകനാണെന്നൊക്കെ എഴുതി, അവസാനം ഇന്ന വ്യക്തി അടുത്ത ആൾക്ക് കൈമാറുകയാണ്, ഇന്നാൾക്ക് കൈമാറുകയാണെന്ന് എഴുതി കൊടുത്തു. അത് അറബി വായിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد ابن الجهبذ النحرير، عماد المحققين وفقيه المسلمين، مفتي المذهبين، العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي. കണ്ടോ, ഇത് സനദ് തുടങ്ങണം. ഹാദാ സനദും മിന്നി, ഇത് എന്റെ സനദാണ്, എന്നിൽ നിന്നുള്ള പരമ്പരയാണ് ഈ വായിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ വായിക്കണല്ലേ. ഇത് കേട്ടപ്പോ ആളുകൾ വിചാരിച്ചു ഇപ്പൊ മുടി വന്ന പരമ്പരയാണ് ഈ പറഞ്ഞത് എന്ന് യാക്കോബ് തെറ്റിദ്ധരിപ്പിച്ചു.
അതിന്റെ സനതാണ് വായിക്കാൻ പോണത് എന്ന് പറഞ്ഞ് കൗമിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഇയാള് വാപ്പാന്റെ പേരൊക്കെ പറഞ്ഞു. ഈ മകനായ ഞാന് കാന്തപുരം മൂല്യാർക്ക് എന്തെടുക്കാണ് മുടി കൊടുക്കാണ് എന്ന് എന്റെ അടിയിൽ എഴുതി വെച്ച് ഒപ്പിട്ട് കൊടുത്തു. കാന്തപുരം മൂല്യാരെ കൊണ്ട് ഒപ്പിടിച്ചു. ഇത് പിന്നെ അവസാനം ചോദ്യം ചെയ്തപ്പോ പറയാണ്, കാര്യം ഇത് ആരാ കൊടുത്തത് എന്നതിന് തെളിവ് നാളെ ചിലപ്പോൾ ഉണ്ടാകൂല, അപ്പൊ പ്രശ്നമാവും. കാരണം വെല്ലൂരൊക്കെ മുടിയുണ്ട്, അതൊക്കെ ആരാ കൊടുത്തത് എന്നുള്ളത് തെളിവില്ല. അപ്പൊ എന്തായി, അത് എന്തോ സംശയത്തിന്റെ നിഴലിലാണെന്ന് മനസ്സിലായി. കാരണം വെല്ലൂരിലും മുടിയുണ്ട്, അവിടുത്തെ മുടിയൊക്കെ ആരാ കൊടുത്തത് എന്ന് തെളിവില്ലാത്തതുപോലെ ഈ മുടിയും ആരാ കൊടുത്തത് തെളിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കൊടുപ്പിച്ചത്. എങ്കിൽ അത് നേരത്തെ പറയണ്ടേ? ഇത് സനത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലെ മുടി എത്ര സനതല്ല, ഇത് കാന്തപുരം മൂല്യാർക്ക് നീക്കി കൊടുക്കുന്നതിന്റെ ആ സർട്ടിഫിക്കറ്റ് ആണ് എന്നല്ല പറയേണ്ടത്. നേരെ അതിന്റെ സനത് പാവപ്പെട്ട അറബികളെ കൊണ്ടുവച്ച് ഇപ്പൊ ഒരു പുതിയ തട്ടിപ്പാതുകൾ മനസ്സിലാക്കണം. പുതിയ തട്ടിപ്പ് ഏതെങ്കിലും അറബികൾ നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്, നല്ല മനുഷ്യന്മാരുണ്ട്. എവിടെ ഉണ്ടാവില്ല, ഒരു ചെറിയ പേടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ജാതി ഉറത്തിന് വിളിച്ചോണ്ട് വരിക, എന്നിട്ട് എന്തെടുക്കുക, അവരെ കാണിക്കുക. ആളുകൾ നോക്കുമ്പോ അറബിയാണല്ലോ വന്നിട്ടുള്ളത്. ഇതാണ് ഒരു പുതിയ തട്ടിപ്പ്, ആൾ ദൈവങ്ങളുടെ പുതിയ തട്ടിപ്പ്. ഇത് കാന്തപുരം മൂല്യർ മാത്രല്ല, നേരെ മറിച്ച് പല ആളുകളും ഇതേ തട്ടിപ്പ് ആവർത്തിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. I heard about him a long time ago, but this is I know that yes, it's a great occasion of celebration for Ammar's followers in Dubai. കണ്ടോ, ഇത് അമ്മ ഇറക്കിയ CD ആണ്. അത് ഒരു അറബി കാണിച്ചിട്ട് മുസ്ലിങ്ങളെ പറ്റിക്കുക ദിക്റും ചൊല്ലിട്ട്. ആണോ? നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഓരോന്നും വിളിച്ചോണ്ടെന്ന് ഏതെങ്കിലും അറബികൾ ഉണ്ടാവും പറ്റിക്കൽ വീണ്. പണ്ട് ഇപ്പൊ പറയാറില്ലല്ലോ, പണ്ടൊക്കെ ഈ മലയാളികൾ ഇവിടുന്ന് പോയിട്ട് ഒരുപാട് അറബികളെ പറ്റിച്ചിട്ട് പറയാം. കടയിലൊക്കെ ജോലിക്ക് ഇവിടെ വലിയ തക്കവയാണ് ഈ മലയാളിക്ക്. 24 മണിക്കൂർ ഖുർആൻ ഓതണം. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു കസ്റ്റമർ അപ്പൊ എന്തെടുക്കണം, അടയാളം വെക്കണ്ടേ. ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഓതണ്ടേ, അവന് 100 റിയാൽ എടുത്തിട്ട് അടയാളം വെക്കല്. അവന് പിന്നെ വന്നിട്ട് ബാക്കി ഓതല. അപ്പൊ പിന്നെ ഒരു കസ്റ്റമർ ഇപ്പൊ അടുത്ത 100 എടുത്തിട്ട് അടുത്ത അടയാളം വെക്കൂ. വൈകിട്ട് ഖുർആൻ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ പോയിട്ട് ബാക്കി ഓതണ്ടേ. ഇങ്ങനെയൊക്കെ പറ്റിച്ച കാലുണ്ട്.